പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിൽ ചെയ്ത എന്നോട് എന്തെങ്കിലും നഷ്ടബോധം തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നിയാൽ ഒറ്റ ഉത്തരവുണ്ട്: ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ. അത് ഒരു ഒക്ടോബർ ആകുമ്പോഴത്തേക്കും ഡേറ്റ് അനൗൺസ് ചെയ്യും. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് തിരക്കിട്ട ഒരു ചർച്ചയാണ്. എന്ന് പോകണം, എപ്പോൾ പോകണം, ആരെയൊക്കെ കാണാൻ പോകണം, പിന്നെ അത് കഴിഞ്ഞാലോ എവിടെ പോയി ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ പാഴ്സൽ മേടിച്ചുകൊണ്ട് വരണം. ഇങ്ങനെ വളരെ ഇൻ്റർനാഷണൽ പ്രശ്നങ്ങളൊക്കെയാണ്. എന്താണെങ്കിലും ഞങ്ങൾ അവസാനം ചർച്ചയ്ക്ക് ഒരു പൂർണ്ണ രൂപമൊക്കെ കൊടുത്ത് അങ്ങ് ഇറങ്ങും. ശരിക്കും പറഞ്ഞാൽ അതൊരു സ്ത്രീകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തന്നെയായിരുന്നു. ബുക്കുകളെ തൊട്ട് തഴുകി കുശലം പറഞ്ഞ് പിന്നെ വർഷത്തിലൊരിക്കൽ മാത്രം കാണുന്ന സൗഹൃദങ്ങൾ പുതുക്കി വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ശരിക്കും ഒരു പുസ്തക മാമാങ്കം അല്ലെങ്കിൽ ഒരു ഉത്സവ ആഘോഷം അതായിരുന്നു എല്ലാ വർഷവും ഉണ്ടായിരുന്നത്. ഇത്തവണ എന്താണെങ്കിലും അത് മിസ് ചെയ്തെങ്കിലും പലരും എല്ലാ സുഹൃത്തുക്കളും പോയിരുന്നു. അവരൊരു ലൈവ് ടെലികാസ്റ്റ് പോലെ തന്നെ ആ മിസ്സിങ്ങിന് ഒരു പരിധി വരെയെങ്കിലും ഒരു ആശ്വാസം തന്നു. അപ്പോൾ കേട്ടൊരു കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നടവഴിയിലെ നേരുകൾ എന്ന് പറഞ്ഞ ഷെമിയുടെ ഒരു ബുക്ക്, ആത്മകഥാപരമായ ഒരു നോവലാണ് ഇത്തവണത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ എന്ന് പറയാവുന്ന കാറ്റഗറിയിൽ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്ന് വായിച്ചു കളയാം എന്ന് വിചാരിച്ചു. ആ വായന തുടങ്ങി. വലിയൊരു ബുക്കാണ്, ഏകദേശം ഒരു 640 പേജ് വരുന്ന ഒരു നോവലാണത്. വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ പ്രതിഫലിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു, പലപ്പോഴും ഞെട്ടിപ്പിച്ചു. ദാരിദ്ര്യം നിറഞ്ഞൊരു വീട്, 14 മക്കൾ, അച്ഛനോ അമ്മയ്ക്കോ ജോലിയൊന്നും പ്രത്യേകിച്ചില്ല. അവിടെ ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ എന്തായിരിക്കുന്ന ഒരു സാധാരണ മനസ്സിന് ഊഹിക്കാൻ കഴിയാവുന്നതിന് അപ്പുറമായിരുന്നു നോവലിസ്റ്റ് ഫേസ് ചെയ്ത യാഥാർത്ഥ്യങ്ങൾ. ആദ്യമായിട്ട് ജോലി ചെയ്യേണ്ടി വരിക, പഠനത്തിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാൻ പറ്റിയിട്ടില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെ ആ പഠനത്തിൽ നിന്നുള്ള ഫോക്കസേ മാറിക്കൊണ്ടിരുന്നു. പിന്നെ ലേഖിക മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ കറുത്തതായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും അവളോട് ഒരു തരം എന്താ പറയുക, വിവേചനം എന്നും കാണിച്ചിരുന്നു. ആ വിവേചനമായിരിക്കാം ഒരുപക്ഷെ അവളെ കൊണ്ട് എന്നും ചിന്തിപ്പിച്ചിരുന്നത്. ഈ ഒരു ഫെമിനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ലേഖികയിൽ ഉണ്ടാക്കി കൊടുത്തത് ഒരുപക്ഷെ അതായിരിക്കാം. പലപ്പോഴും ലേഖികയുടെ ഒരു ചിന്ത പ്രതിഫലിച്ച് കാണുന്നുണ്ട് നോവലിൽ. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ദൈവികമായ ഉത്തരവാദിത്തമാണ് കുടുംബത്തെ നോക്കേണ്ടത്. പക്ഷേ അത് ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞാൽ അപ്പം സമൂഹം പറയും പെണ്ണിൻ്റെ കുഴപ്പമാണെന്ന് പറയും. ഇനി ഇവനെ സഹിക്കാൻ വയ്യ അങ്ങോട്ട് പെണ്ണ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരുമ്പെട്ടവൾ എന്നും പെണ്ണ് തന്നെ പറയും. അപ്പോൾ ലേഖിക ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സമൂഹത്തോട്: കരഞ്ഞു തീർക്കാനുള്ളതാണോ ഇവളുടെ പ്രതിബദ്ധത, അല്ലെങ്കിൽ ഇവളുടെ പ്രതിഷേധം, പ്രതികരണം, ഇതെല്ലാം കരഞ്ഞു തീർക്കാനുള്ളതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നമ്മളാണ് കണ്ടെത്തേണ്ടത്. പിന്നെ ഇത് മാത്രമല്ല, വീടിനുള്ളിൽ നടക്കുന്ന സെക്ഷുവൽ അബ്യൂസ് അതൊരു പക്ഷേ ഇപ്പോൾ ഞെട്ടിക്കുന്നതായിരിക്കില്ല. കാരണം ഒരുപാട് കേൾക്കുന്നുണ്ട് നമ്മൾ. സ്വന്തം അച്ഛനും അമ്മയും ഗുരുനാഥനും എല്ലാം പീഡകരാവുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ, അവൾ അമ്മയോട് ചെന്ന് പറയുകയാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, എന്നെ വളരെ വേറൊരു രീതിയിൽ ഒരാൾ എന്നെ ടച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ അമ്മയുടെ കഷ്ടപ്പാടുകളുടെ ഇടയ്ക്ക് ഇതിലേക്ക് ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നില്ല. തികച്ചും അവഗണിച്ചു വിടുന്ന ആ ഒരു സിറ്റുവേഷൻ ഒരു കുട്ടിയുടെ മനസ്സിൽ ഇതുണ്ടാക്കുന്ന മുറിവുകൾ ഒരിക്കലും ഉണങ്ങില്ല. ഈ ലൈംഗിക പീഡനം ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കുന്നവർ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. നോവലിൽ ഉടനീളം കാണുന്നത് ദാരിദ്ര്യത്തോടുള്ള ലേഖികയുടെ ഒരു യുദ്ധം തന്നെയാണ്. ദരിദ്രന് ഒരിക്കലും ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഈ സമൂഹം സമ്മതിക്കില്ല. ഇനി ആത്മാഭിമാനം ഉണ്ടെങ്കിലോ അത് അഹങ്കാരമായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ലേഖിക അതിനൊന്നും തന്നെ കണക്കാക്കിയിട്ട് പോലുമില്ല. പലപ്പോഴും പല വീടുകളിലും ജോലി ചെയ്യേണ്ടി വരുന്നു. ഈ പല വീടുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരൻ്റെ, കുറച്ച് വരുമാനമുള്ള സ്വന്തം സഹോദരൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ഈ ജോലി ചെയ്യേണ്ടിയിരുന്നത്. പഠിക്കാനുള്ള ഒരു ആഗ്രഹം അതുകൊണ്ട് മാത്രമാണ് അവൾ അവിടെ ജോലി ചെയ്യുകയും ഒപ്പം തന്നെ ഈ പഠനം തുടരാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കണ്ട പല ചിത്രങ്ങൾ, സ്വന്തം സഹോദരൻ്റെ ക്ഷയം പിടിച്ചിട്ടുള്ള സ്വന്തം സഹോദരൻ്റെ മരണത്തിന് ശേഷം ആ ബോഡി കൊണ്ടുവരാൻ ഒരു വീട് അവർക്കില്ല. അപ്പോൾ നേരെ പള്ളിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ഒരു മനസ്സിൽ ഉയർന്നു വന്ന ചെറിയ കുട്ടിയാണ്. അപ്പോൾ മനസ്സിൽ ഉയർന്നു വന്നൊരു ചോദ്യമുണ്ട്: മരിച്ചു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇവർക്കൊക്കെ ഈ ജഡത്തെ സ്വന്തം കൂട്ടത്തിലേക്ക് കൂട്ടാനുള്ള ഒരു വ്യഗ്രത. നേരെ മറിച്ച് ജീവിച്ചിരുന്ന സമയത്ത് ഇവൻ്റെ ആഹാരത്തിനോ വിശ്രമത്തിനോ കുറിച്ച് ആർക്കും ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദാരിദ്ര്യത്തോടുള്ള സമൂഹത്തിൻ്റെ ഈ തികച്ചും നിസ്സംഗമായ ഒരു കാഴ്ചപ്പാട്, അത് ലേഖികയിൽ ഉളവാക്കിയ വേദന നോവലിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും.
ജീവിതത്തോട് പടപൊരുതി അച്ഛനും അമ്മയും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. പിന്നെ കുട്ടികൾക്ക് പോകാനൊരു സ്ഥലമില്ല. ആൺകുട്ടികളാണെങ്കിൽ ഈ പെൺകുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ തയ്യാറുമല്ല. അങ്ങനെ പെൺകുട്ടികളെല്ലാവരും കൂടെ അനാഥാലയത്തിലേക്ക് ചെന്നു. അനാഥാലയങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശരണാലയങ്ങളാണ്. ഇത്തരത്തിലുള്ള അനാഥ കുട്ടികളുടെ സംരക്ഷണം, മാനസികവും ശാരീരികവുമായിട്ടുള്ള സംരക്ഷണം ഏറ്റെടുക്കേണ്ട സ്ഥലം എന്നാണ് നമ്മളുടെയൊക്കെ ധാരണ. പക്ഷേ അതിനകത്തുണ്ടായിരുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരുന്നു. ഒരിക്കലും ഒരു മനുഷ്യന് സങ്കല്പിക്കാവുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്കായിരുന്നു കാര്യങ്ങൾ. വെള്ളമില്ല, ഒരിക്കലും നല്ലൊരു ആഹാരം കഴിക്കാനുള്ളൊരു എന്താ പറയുക സാഹചര്യം അവിടെ ഇല്ല. പിന്നെ ഇവർ പെൺകുട്ടികളാണ്, ഈ കുളിക്കാതെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. പലപ്പോഴും ഈ മാസമുറയുടെ സമയത്ത് പോലും കുളിക്കാതെയും തുണി മാറ്റാതെയും ഒക്കെ ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഈ മനം മടിപ്പിക്കുന്ന ഒരു ഗന്ധമുണ്ടല്ലോ, അത് ഇവരെ എല്ലാവരിൽ നിന്നും മാറ്റി നിർത്തി. ഇതെല്ലാം ഈ കുഞ്ഞു മനസ്സുകളിൽ എത്രയധികം ആഴത്തിലുള്ള മുറിവായിരിക്കും ഉണ്ടാക്കിയിരിക്കുക. പക്ഷേ നോവലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ട് പോലും ഓരോ ബുദ്ധിമുട്ടുകളും അവൾ പച്ചയായിട്ട് തന്നെയാണ് വിവരിക്കുന്നത്. അവിടെ നടക്കുന്ന പല പല കാര്യങ്ങൾ. പിന്നെ അതിൽ വേറൊരു കാര്യം, ഞെട്ടിപ്പിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 11ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ 11ാം ക്ലാസ്സിലേക്ക് ആയി കഴിഞ്ഞാൽ തന്നെ ഇവർ കല്യാണ പ്രായമായി എന്നുള്ളൊരു തോന്നല. അപ്പോൾ പുറമേ നിന്ന് ആരെങ്കിലും വന്ന് പെണ്ണ് കാണുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ആ പെണ്ണ് കാണലിന് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പെൺകുട്ടിയുടെ ഇഷ്ടമൊന്നും ആരും നോക്കില്ല. ഒരു അറവും ആടുകളെ പോലെ അവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് നിർത്തും. അത് ഇഷ്ടമുള്ളവരെ കൊണ്ടുപോവുകയും ചെയ്യും. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവരെ തിരിച്ച് ഇവിടെ തന്നെ കാണുകയും ചെയ്യാം. എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഊഹിക്കാലോ. കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പ്രേക്ഷകർക്ക് തന്നെ അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും പഠിക്കുക എന്നുള്ളത് ഇടയ്ക്ക് അവൾ ചാടി പോകുന്നുണ്ട്. അനാഥാലയത്തിലെ എന്താ പറയുക പീഡനങ്ങൾ സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ, ഇത്തരത്തിലുള്ള മാനസിക പീഡനങ്ങളും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം സഹിക്കാൻ വയ്യാണ്ടപ്പോൾ അവൾ അനാഥാലയത്തിൽ നിന്ന് ചാടി പോകുന്ന പോലുമുണ്ട്. പക്ഷേ ആ പഠിക്കുക എന്നുള്ള ആ ഒരു തീരുമാനം, ആ ഒരു തീരുമാനത്തിൻ്റെ ഒരു ദൃഢത, അത് തികച്ചും പ്രശംസനീയമാണ്. പഠനം ജീവിതവ്രതമാക്കിയെടുത്ത ഷെമിക്ക് സ്കൂളിൽ ചെന്നപ്പോൾ ഒരു പുതിയ പാഠവും കൂടെ കിട്ടി. സ്ത്രീയുടെ ശരീരത്തിന് മാർക്കുണ്ടെന്ന്. കഷ്ടമാണല്ലേ. മാതാപിതാ ഗുരു ദൈവം എന്ന് പഠിക്കുന്ന നമ്മളാണ് സ്കൂളിൽ നിന്ന് വേറൊരു പാഠം പഠിക്കുന്നത്. അധ്യാപകൻ തന്നെ പീഡകനാകുന്നു. ഈശ്വരനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകനാണ് ഈ ഒരു വേഷം അണിയുന്നത്. എന്തായാലും അവൾ പഠനം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് അത് ബ്രേക്ക് ആവുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കുറച്ചു പേരെങ്കിലും അവളോട് അനുഭവം പ്രകടിപ്പിക്കുന്നു. അവളെ ചെറുതായിട്ടെങ്കിലും ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പിന്നെ നഴ്സിങ്ങിന് ജോയിൻ ചെയ്യുകയാണ്. നഴ്സിങ്ങിൻ്റെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടുന്നുണ്ട് അവൾ. അവിടുത്തെ സീനും ഇതേപോലെ തന്നെ സമൂഹത്തിൻ്റെ ഒരു ചീഞ്ഞു നാറിയ മുഖമാണ് അവിടെ കാണിക്കുന്നത്. ഹോസ്പിറ്റൽ ഒരു അനാശാസ്യത്തിനുള്ള രംഗമായി മാറുന്നു. ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ സാധിക്കുമോ? ശമനതാളം എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അതിലും ഇതേപോലെ ഒരു സീനുണ്ട്. ഹോസ്പിറ്റൽ അനാശാസ്യത്തിന് കുത്തരങ്ങാവുന്നത്. ഇവിടുത്തെ സീൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പയ്യൻ, ഒരു 13-14 വയസ്സുള്ള ഇവിടെ മലയാളം അറിയാൻ വയ്യാത്തൊരു പയ്യനാണ്. അവൻ്റെ മലദ്വാരം ചീഞ്ഞളിഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അറിയുന്നത്. ഈ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കൊന്നുമല്ല, വെറുതെ അവിടെ അഡ്മിറ്റായി കിടക്കുന്ന ഒരു 3-4 പേരുണ്ട്. ഉണ്ടും ഉറങ്ങിയും സുഖിച്ചും അവിടെ കഴിയുന്നവർ. അവർ ഇവനെ അനാശാസ്യത്തിന് ഉപയോഗിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം, മറ്റുള്ള നഴ്സുമാരും ഡോക്ടർമാരും എല്ലാം തികഞ്ഞ നിസ്സംഗതയോടെയാണ് ഈ കാര്യം കാണുന്നത്. ഇവൾക്കൊരു ഞെട്ടലുണ്ടാക്കിയെങ്കിൽ പോലും. അപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ ശരിക്കും ശരണം തേടി എത്തുന്നവരെ പിന്നെയും ചൂഷണം ചെയ്യുന്ന ആ ഒരു ട്രെൻഡ്, അതിനെ സത്യസന്ധമായി ആവിഷ്കരിച്ചു എന്നുള്ളത് ഷെമിയുടെ ഈ നോവലിൻ്റെ നടവഴിയിലെ ഈ നേരുകളുടെ പ്രത്യേകത തന്നെയാണ്. വിദ്യാഭ്യാസത്തിന് ഷെമി കൊടുത്ത വില തന്നെയാണ്, ആ ഒരു പ്രാധാന്യം തന്നെയാണ് ഷെമിയെ ജീവിത വിജയത്തിലേക്ക് നയിച്ചത്. അവൾ നടന്നു തീർത്ത നടവഴികൾ അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. അത് വായിച്ചാൽ മാത്രം അറിയുന്ന ഒരു വേദനയാണ്, ഫീൽ ചെയ്യുന്ന ഒരു വേദനയാണ്. നമ്മളുടെ ഇന്നത്തെ തൊട്ടാവാടി മക്കൾ ഒരു മാർക്ക് കുറഞ്ഞു എന്നോ, അല്ലെങ്കിൽ ഒരു മൊബൈൽ മേടിച്ച് തന്നില്ല എന്നോ, അല്ലെങ്കിൽ ബൈക്കിന് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ബൈക്ക് അച്ഛനും അമ്മയും മേടിച്ച് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യയിലോ അല്ലെങ്കിൽ വീട് വിട്ടു പോകുന്ന ഈ പ്രവണത കാണിക്കുന്ന ഇന്നത്തെ തൊട്ടാവാടി കുഞ്ഞുങ്ങൾ ഇതൊന്ന് വായിച്ചിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇതെല്ലാം തുറന്നു പറയാനുള്ള, ഇന്നത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാനുള്ള ആർജവത്വം അല്ലെങ്കിൽ ചങ്കൂറ്റം, അതാണ് ഷെമിയെ ഇത്ര എഴുത്തുകാരുടെ ഒരു നിലയിലേക്ക് എത്തിച്ചത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അപ്പോൾ ഈ ആഴ്ച നമ്മൾ പ്രവാസി എഴുത്തുകാരിയായ ഷെമി നടന്നു തീർത്ത നടവഴിയിലെ പൊള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി സന്ധ്യ സ്പീക്കിങ്ങിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.